നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യാത്ത കാറുകളിൽ അധികവും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് എലിശല്യം അല്ലേ. അപ്പം അതിനുള്ള കുറച്ച് ട്രിക്കുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് എൻ്റെ കാറിൽ കയറിയ എലീനെ ഒന്ന് കാണണ്ടേ. ഇത് ഇത്രയും ഭീകരമാണെന്ന് നമുക്ക് ഒരാഴ്ച മുമ്പാണ് മനസ്സിലായത്. അപ്പോൾ നമ്മൾ കാറ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡിക്കിയിൽ നിന്നും കണ്ടത് ഒരു എലീനെയും ഒരു 4-5 കുട്ടികളെയാണ് കേട്ടോ. അപ്പം ആ കുട്ടികളെ മാത്രമേ നമുക്ക് പിടിക്കാൻ കിട്ടിയുള്ളൂ. അതിനുശേഷമാണ് നമ്മൾ കാറ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കുറേ ലൈറ്റിൻ്റെ ഉള്ളിൽ ഉള്ള വയറൊക്കെ കടിച്ചു മുറിച്ചു, ലൈറ്റൊന്നും വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ഇതാ സീറ്റ് ബെൽറ്റ് നോക്കിക്കോളൂ, കണ്ടില്ലേ, ഇതാ സീറ്റ് ബെൽറ്റൊക്കെ കടിച്ചു മുറിച്ചു. അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ വണ്ടീൻ്റെ ഉള്ളിൽ എലി കയറും എന്നുള്ളതൊക്കെ. അതൊക്കെ നമ്മൾ വിചാരിച്ചു ഒരു എലിയല്ലേ, ചെറുതല്ലേ, എടുത്ത് കളഞ്ഞാൽ പോരേ എന്നൊക്കെ. പക്ഷെ ഇത്രയും ഭീകരമാണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത് നമുക്കൊരു അനുഭവത്തിൽ നിന്ന് ആണ് മനസ്സിലായത്. കാരണം ആ ഒരു ചെറിയ എലി കാരണം നമുക്ക് നഷ്ടമാവുന്നത് 10,000 രൂപയായിരിക്കും. ഇപ്പം തന്നെ ഈ വയറിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കിയപ്പോൾ തന്നെ 2,000 മുകളിൽ നമുക്ക് ചിലവായി. അപ്പോൾ തീരുമാനിച്ചതാണ് എലീനെ പിടിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ അതൊരു ഭയങ്കര പ്രശ്നമായി മാറും എന്നുള്ളത്. അങ്ങനെ നമ്മൾ കുറേ വീഡിയോസൊക്കെ നോക്കി, കുറേ റിസർച്ചൊക്കെ നടത്തി, അങ്ങനെയാണ് നമ്മൾ ഈ ഒരു മാറ്റിലെത്തിയത്. അങ്ങനെ മാറ്റ് വെച്ചു. ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് എലീനെ കിട്ടിയത്. അതൊരു ചെറിയ എലീനെയാണ് കിട്ടിയത്. പിന്നെ നമ്മൾ എലിപ്പെട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ എലി കയറിയ പിന്നെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് റിസർച്ച് ചെയ്തു. അപ്പം നമുക്ക് അതിൽ നിന്നും മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അധികവും വണ്ടി യൂസ് ചെയ്യുക. പിന്നെ വണ്ടി നമ്മൾ കുറച്ച് ദിവസം യൂസ് ചെയ്യാണ്ട് വെക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സ്ഥലം ഒന്ന് മാറ്റിയിടുക, വണ്ടീൻ്റെ സ്ഥാനം ഒന്ന് മാറ്റിയിടുക. അതൊന്ന് നല്ലതായിരിക്കും. പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം, എലി ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ, അതായത് എന്തെങ്കിലും ചെറിയ ചെറിയ പൊടികളും കാര്യങ്ങളും വല്ല കടിച്ച് വരുന്നതും അങ്ങനെയൊക്കെ ഉള്ളത് കാണാം. അപ്പം അങ്ങനെ വല്ലതൊക്കെ തോന്നുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഈ പറഞ്ഞ പോലത്തെ ആ മാറ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അതിൽ ഒരു തേങ്ങയോ കാര്യങ്ങളോ എന്തെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്താൽ മതി. അപ്പോൾ അത് ആ ഒരു സ്മെല്ലിന് വന്നോളും. അപ്പം എന്ത് ചെയ്യാം, അങ്ങനെ ഒന്ന് വെച്ച് നോക്കിയാൽ ഫലപ്രദമാകും. അത് എലി ഉണ്ട് എന്ന് തോന്നുന്ന ആ ടൈമിൽ തന്നെ വെക്കണം കേട്ടോ. കുറച്ച് പെറ്റ് പെരുകി കഴിഞ്ഞാൽ നമുക്കതെല്ലാത്തിനെയും കിട്ടിക്കൊള്ളണം എന്നില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ യൂസ് ചെയ്യാണ്ടിരിക്കുന്ന സമയത്ത് നല്ല നല്ല സ്മെല്ലുള്ള റൂം ഫ്രഷ്നർ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചിടുക വണ്ടിയിൽ. അപ്പോൾ ആ ഒരു സ്മെല്ലിന് അവർക്ക് അധികം സർവൈവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ പുകയില പോലത്തെ കാര്യങ്ങളൊക്കെ വെച്ചാലും ഇത് കുറച്ച് മാറ്റം, അതിങ്ങനെ എലി വന്ന് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അത് ഞങ്ങളധികം നോക്കിയിട്ടില്ല. അപ്പം ഇതൊക്കെയാണ് ഇതിൽ നിന്നും ഒരു എലി കൊണ്ട് എനിക്കുണ്ടായ നഷ്ടങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.